കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ നാളെ തീരുമാനം അറിയിക്കാമെന്ന് CJP പ്രതിനിധികളെ കേന്ദ്ര സർക്കാർ അറിയിച്ചു. CJP പ്രതിനിധികളുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ ചർച്ച പൂർത്തിയായി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CJP. നഷ്ടപരിഹാരവും കേസുകൾ പിൻവലിക്കലും ചർച്ചയിൽ ഉന്നയിച്ചു. ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ചായിരുന്നു ചർച്ച. സർക്കാരിനെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗുമാണ് പങ്കെടുത്തത്. CJP വക്താക്കളായ സൗരവ് ദാസും അശുതോഷ് റാണയും നിവേദനം ഉൾപ്പെടെ കൈമാറി. നാളെ വീണ്ടും പ്രതിനിധികളുമായി സർക്കാർ ചർച്ച നടത്തും. कानून कैसे बदलने चाहिए, संस्थान जैसे MCA कैसे बदलने चाहिए, वो सजेशन भी हम लोगों ने उनको उस लेटर में अटैच करके दिया, जिसपे सरकार ने बोला कि वो सोच विचार करेंगी. लेकिन वो बात की बात है. जो हमारी मेन डिमांड है 3, उनमें से 2 डिमांड कॉम्पनसेशन और FIR का विड्रॉल और सॉवरेन गारंटी, उस पे सरकार पॉजिटिव है. और साथ हमने एक और चीज रिजाइन का हम लोग बोल रहे हैं, साथ एक और चीज हुआ है. हम लोगों ने बोला कि दिल्ली पुलिस के द्वारा बहुत सारे यंग लड़के लड़कियां जो युवा है इस देश के, उनको कल रात से पूरे दिन और आज भी डिटेन किया जा रहा है कोई भी रीजन के बगैर. वो लोग जो जंतर मंतर से निकल के घर जा रहे हो, वो लोग जो जंतर मंतर के तरफ आ रहे हो, एंड वो लोग जो जैसे खाना पहुंचा रहे हो, ऐसे यंग लोगों को डिटेन कर रही है, लॉयर्स के साथ धक्का मुक्की कर रही है. जब हमने ये बताया सरकार को कि ऐसा नहीं होना चाहिए क्योंकि ट्रस्ट डेफिसिट है लोगों के अंदर, उन्होंने बोला कि ऐसा कुछ तो नहीं हो रहा है, लेकिन अगर हो रहा है ചർച്ചയ്ക്ക് ശേഷമായിരുന്നു CJP പ്രതിനിധികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. BV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, പ്രതിഷേധക്കാരുടെ ആവശ്യത്തിന് കേന്ദ്രം വഴങ്ങുമോ? ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അഭിലാഷ്, ഏത് വിധേനയും ഈ സമരം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് BJPയുടെ ഭാഗത്തു നിന്നുള്ളത്. കാരണം ഈ സമരം കോൺഗ്രസ് ഏറ്റെടുത്തു, ഇത് രാഷ്ട്രീയമായി മാറുന്നു. ഒരുപക്ഷെ മന്ത്രി രാജിവെക്കേണ്ടി വന്നാൽ അത് BJP കേന്ദ്ര സർക്കാരിനുണ്ടാക്കുന്ന ക്ഷീണം ചെറുതായിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞ കേന്ദ്രം ഏറ്റവും ഒടുവിൽ CJP നേതൃത്വവുമായി ചർച്ച നടത്തിയത്. അവർ ഉന്നയിച്ച 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, അതിൽ മന്ത്രിയുടെ രാജി ഒഴികെയുള്ള 2 ആവശ്യങ്ങളും അംഗീകരിച്ചു. അത് രേഖാമൂലം എഴുതി ഒപ്പിട്ട് നൽകുകയും ചെയ്തു. ഒന്ന്, ഈ സമരവുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകൾ മുഴുവൻ ഒഴിവാക്കുമെന്നതാണ്. മറ്റൊന്ന്, വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നതാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി പ്രധാനമന്ത്രി തന്നെ ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന നിലയുണ്ടായിരുന്നു. അവിടെ പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യത്തിൻ്റെ യുവതയെ അത് സമ്പത്തായി കാണുന്നു, അല്ലെങ്കിൽ അവരുടെ ഈ വിഷയത്തെ നിസ്സാരമായി കാണുന്നില്ല, കൃത്യമായ നടപടികൾ ഉണ്ടാകും, ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന ഒരു ഉറപ്പാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തിങ്കളാഴ്ച പാർലമെൻറ്റ് ചേരുമ്പോൾ ഇത് ബില്ലായി കൊണ്ടുവരാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഈ ചോദ്യപേപ്പർ ചോർച്ച പോലുള്ള സംഭവങ്ങൾ ചെയ്യുന്നവരെ 10 വർഷത്തേക്ക് ശിക്ഷിക്കാനും 10 കോടി രൂപ വരെ അവർക്ക് പിഴ ചുമത്താനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇത്തരം കേസുകളിൽ വിചാരണ വൈകാതിരിക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വശത്തു കൂടി ഉറപ്പുകൾ നൽകുകയും പുതിയ നിയമം വരുമെന്ന ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. അതേസമയം CJPയുടെ ഏറ്റവും അവസാനത്തെ ആവശ്യമായി നിലനിൽക്കുന്നത് മന്ത്രിയുടെ രാജിയാണ്. മറ്റ് കാര്യങ്ങളെല്ലാം, മറ്റു ഉപാധികളെല്ലാം അംഗീകരിച്ചുകൊണ്ട് സമരക്കാരുടെ എല്ലാ ആവശ്യങ്ങളും കേട്ടുകൊണ്ട്, എന്നാൽ മന്ത്രിയുടെ രാജി ഇല്ല എന്നൊരു നിലയിലേക്ക് മാറി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് CJPയുമായി ഒരു ധാരണയിലെത്തുക, അങ്ങനെ ഒരു തന്ത്രമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പയറ്റുന്നത്. ഒരുപക്ഷെ നാളെ ഉച്ചയോടുകൂടി മന്ത്രിയുടെ രാജിക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നെങ്കിലും അങ്ങനെ ഉണ്ടാകില്ല. മനസ്സിലാക്കുന്നത് അത് വീണ്ടും സമയം നീട്ടും. അതിനുശേഷം പാർലമെൻറ്റിൽ ഒരുപക്ഷെ ഈ നിയമം വന്ന ശേഷമായിരിക്കും കൂടുതൽ ചർച്ചകളിലേക്ക് പോവുക. നാളെ വീണ്ടും ചർച്ച നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കൂടുതൽ സമയം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ മറ്റൊരു തന്ത്രത്തിലേക്കാകും പോവുക. കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുന്നൊരു അപകടം, ഇങ്ങനെ രാജിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികൾക്കും ഉണ്ടാക്കുന്ന മേൽക്കൈ ചെറുതായിരിക്കില്ല. ഇപ്പോൾ മന്ത്രിയുടെ രാജിയെങ്കിൽ അടുത്ത സമയത്ത് അത് പ്രധാനമന്ത്രിയുടെ രാജി എന്ന ആവശ്യങ്ങളിലേക്ക് മാറും. മറ്റ് പല വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് നേരെ തിരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJP CJP ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ സമരം അവസാനിപ്പിക്കാനുള്ള എല്ലാ നീക്കവും BJP നടത്തുന്നത്. മാത്രമല്ല,
നിരാഹാര സമരം ഉൾപ്പെടെയുള്ള വാങ്ചുങ്ങിൻ്റെ സമരം ഉൾപ്പെടെയുള്ളവ നിർത്തുന്നതിന് BJP ശ്രമം നടത്തി. അത് വിജയം കാണുകയും ചെയ്തു. BJP മന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. ആ നിലയ്ക്ക് മറ്റെല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് മന്ത്രിയുടെ രാജിയുടെ കാര്യത്തിൽ മാത്രം ഒരു സമവായം എന്ന നിലയ്ക്ക് അതൊരു ഒത്തുതീർപ്പ് ചർച്ചയിലെ ഭാഗമായി മാറ്റിക്കൊണ്ട് രാജി ഒഴിവാക്കി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ BJP നടത്തുന്നത്. അഭിലാഷ്, വിശദാംശങ്ങളാണ് VV വിനോദ് നൽകിയത്.